ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെറും 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്, പക്ക് വട. പല ഏരിയാസിലും പല പേരായിരിക്കാം. നമുക്കിതൊരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്കും കൂടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. അപ്പോൾ അതിലേക്ക് 1.5 കപ്പ് കടലപ്പൊടി, ഞാനിപ്പോൾ ഇവിടെ 1 കപ്പേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. ഒരു മീഡിയം സൈസ്ഡ് ഓണിയൻ്റെ ഹാഫ്, അത് ചോപ്പ് ചെയ്തതാണ്. ഇത് ഒരു 5-6 ചില്ലി ചോപ്പ് ചെയ്തത്, എരിവ് കുറഞ്ഞ ചില്ലിയാണ്, അതാണ് ഇത്രയും കൂടുതലെടുത്തത്. പിന്നെ കറിവേപ്പില, അതും ചോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ ജിഞ്ചറും ഒരു 1/4 ടീസ്പൂൺ ഗാർലിക്കും. ഇത്രയും മതി നമ്മുടെ ഇൻഗ്രീഡിയൻസ്. നമ്മുടെ കടലപ്പൊടി ഒന്ന് അരിച്ചെടുക്കാൻ പോവാണ്. ഇത് ശരിക്കും ഞാൻ എൻ്റെ ഇക്കൻ്റെ ഉമ്മൻ്റെ അടുത്ത് നിന്ന് പഠിച്ചെടുത്തൊരു റെസിപ്പിയാണ്. ഈ നോമ്പുതുറൻ്റെ ടൈമിൽ ഈ ജഗപൊകൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്നൊരു സ്പൈസി സ്നാക്കും കൂടെ വേണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണിത്. എനിക്കിപ്പോൾ ഇവിടെ ഉമ്മ കറക്റ്റ് മിക്സാക്കി തന്നിട്ടുണ്ട്. ബാക്കിയുള്ള 1/2 കപ്പ് കടലപ്പൊടിയും കൂടെ മിക്സിലോട്ട് ചേർക്കുകയാണ്. അത് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു സ്മൂത്ത് ബാറ്റർ ആക്കിയെടുക്കുക. ഞാനിവിടെ 1.5 കപ്പ് കടലപ്പൊടിക്ക് ഒരു 3/4 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്തത്. അത് കറക്റ്റായിരുന്നു കേട്ടോ. ഇപ്പോൾ ബാറ്റർ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 3/4 ടീസ്പൂൺ ഇഞ്ചി, 1/4 ടീസ്പൂൺ വെളുത്തുള്ളി, അതൊന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് മിക്സിലോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ചോപ്പ് ചെയ്ത ഓണിയൻ, ഗ്രീൻ ചില്ലി, പിന്നെ കറിവേപ്പില, അതൊക്കെ ഇട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ബാറ്ററിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള സ്നാക്കാണ്, അതാണ് കുറച്ച് കൂടുതൽ ചില്ലീസ് ആഡ് ചെയ്തത്. ഇത്ര എരിവ് വേണ്ട എന്നുള്ളവർക്ക് ചില്ലീസിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യാം. അടുത്ത് നമുക്കിത് ഫ്രൈ ചെയ്യാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിം കീപ്പ് ചെയ്യാം. എണ്ണ ചൂടായി വരുമ്പം ഓരോ സ്പൂൺ വീതം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ബാറ്റർ കറക്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ പൊങ്ങി വന്നത്. കുറഞ്ഞ ടൈമിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ല സ്നാക്കാണിത്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ സ്നാക്കിൻ്റെ മറ്റെന്തെങ്കിലും പേര് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ സ്നാക്ക് വല്ലാണ്ട് കുക്ക് ചെയ്യാനൊന്നുമില്ല. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ വെക്കാം കേട്ടോ. പക്ഷെ ഞാനൊരു യെല്ലോയിഷ് കളറിൽ എടുത്തത് കുറച്ചൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ പക്ക് വട റെഡി ആയിട്ടുണ്ട്. ഇതിനോടുള്ള ബെസ്റ്റ് കോമ്പിനേഷൻ കെച്ചപ്പാണ്. കെച്ചപ്പും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ബാക്കിയുള്ള മാവും അതേപോലെ പൊരിച്ചെടുക്കുക. ഇത് ചൂടോടെ കഴിക്കാനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. അപ്പം എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.